നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് അർജന്റീന ദേശീയ ടീമിന് വേണ്ടി പ്രതിരോധ നിരയിൽ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള താരമാണ് മാർക്കോസ് അക്യൂഞ്ഞ. നമുക്കറിയാം, അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി പലപ്പോഴും ഈയൊരു താരത്തെ ഉപയോഗപ്പെടുത്താറുണ്ട്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് താരം കളിക്കുന്നത്. സ്പാനിഷ് വമ്പന്മാരായ സെവിയ്യയ്ക്ക് വേണ്ടിയായിരുന്നു താരം ഇത്രയും കാലം കളിച്ചിരുന്നത്. സെവിയ്യയുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന വർഷമാണ് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ താരത്തെ വിൽക്കാൻ ഈയൊരു ക്ലബിന് താല്പര്യമുണ്ടായിരുന്നു. ഈ സമയത്താണ് അർജന്റീൻ വമ്പന്മാരായ റിവർ പ്ലേറ്റ് താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ആദ്യം അക്യൂഞ്ഞയുടെ ക്യാമ്പിനെയാണ് അവർ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം റിവർ പ്ലേറ്റിലേക്ക് വരാൻ സമ്മതം മൂളുകയായിരുന്നു. കാരണം താരവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇപ്പോൾ അർജന്റീനയിലേക്ക് തന്നെ മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതോടെ റിവർ പ്ലേറ്റ് സെവിയ്യയുമായി ചർച്ചകൾ തുടങ്ങി. അങ്ങനെ രണ്ട് ക്ലബ്ബുകളും തമ്മിൽ ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് പ്രമുഖ അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അർജന്റീനയിലേക്ക് യാത്ര തിരിച്ച അക്യൂഞ്ഞ ഉടൻ തന്നെ മെഡിക്കൽ പൂർത്തിയാക്കി റിവർ പ്ലേറ്റ് താരമായി മാറും. 3.5 വർഷത്തെ ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക. പരിശീലകൻ മാഴ്സലോ ഗലാർഡോയുടെ ഒരു പ്രത്യേക താല്പര്യപ്രകാരമാണ് അക്യൂഞ്ഞ ഇപ്പോൾ റിവർ പ്ലേറ്റ് എന്ന ക്ലബ്ബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അർജന്റീന ദേശീയ ടീമിൽ കളിക്കുന്ന ഫ്രാങ്കോ അർമാനി, അതുപോലെ തന്നെ ജർമ്മൻ പെസല്ല എന്നിവരെ റിവർ പ്ലേറ്റ് നേരത്തെ സ്വന്തമാക്കിയിരുന്നു. അതിനു പുറമെയാണ് അക്യൂഞ്ഞയെ കൂടി ഇപ്പോൾ അവർ കൊണ്ടുവരുന്നത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഒരു മികച്ച താരത്തിൻ്റെ അഭാവം പലപ്പോഴും ഗലാർഡോയെ അലട്ടിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു താരത്തെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പരിക്ക് കാരണം കഴിഞ്ഞ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അക്യൂഞ്ഞയ്ക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും താരത്തിൻ്റെ വരവ് അത് റിവർ പ്ലേറ്റിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.